ജൈവ വൈവിധ്യങ്ങളുടെ സംഗമഭൂമിയാണ് തൃശ്ശൂരിലെ കോൾപ്പാടങ്ങൾ. കേരളത്തിന്റെ നെല്ലുൽപാദനത്തിന്റെ നല്ലൊരു പങ്കും നടക്കുന്നത് ഈ കോൾപ്പാടങ്ങളിലാണ്. കിഴക്കൻ മലകളിൽ നിന്ന് മഴവെള്ളത്തോടൊപ്പം ഒലിച്ചു വരുന്ന ഫലഭൂയിഷ്ടമായ മണ്ണാണ് തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളിൽ ഈ കാണുന്ന രീതിയിൽ നെല്ല് വിളയാൻ കാരണം. സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്റർ വരെ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന കോൾപ്പാടങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലയാണ്. വർഷത്തിൽ 7 മാസവും ഈ കോൾപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കും. നവംബർ മാസത്തോടെയാണ് ജലനിരപ്പ് താഴുക. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് ഇവിടുത്തെ കൃഷിരീതികൾ. നെല്ലിനങ്ങളായ ജ്യോതിയും കാഞ്ചനയും അഹല്യയും ഉമയുമെല്ലാം വിളഞ്ഞു നിൽക്കുകയാണ് പാടങ്ങളിൽ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി വെള്ളം വറ്റി ഇറങ്ങും. അത് കഴിഞ്ഞാൽ ഓരോ പടവ് അത് കളക്ടർ തീരുമാനിക്കുക. അത് 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടം എന്നാണ് അതിൻ്റെ ഇത് പറയുന്നത്. പക്ഷെ അവര് ഇപ്പോൾ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും ഒന്നല്ല, ഒന്നിച്ചാണ് പണി നടക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാർക്ക് ഞങ്ങൾക്ക് ആദ്യം പണിയെന്നുള്ള ഒരു മനോഭാവം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം പണി തുടങ്ങുന്നു. അപ്പോൾ ഒപ്പത്തിനൊപ്പം കൊയ്ത്തും വരും. എന്താണ് ഇവിടുത്തെ കൃഷിന്റെ അവസ്ഥയൊക്കെ? കൃഷിയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ നല്ല നല്ലതാണ്. ഇപ്പോഴത്തെ അന്തരീക്ഷം നോക്കുമ്പോൾ നല്ല നല്ലതാണ്. ഇപ്പോൾ ഇനി വെയിൽ ചൂട് കൂടുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരാം. അതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് കൃഷിനെ പറ്റി എനിക്ക് അറിയില്ലെങ്കിലും ഇപ്പോഴൊക്കെ നല്ല ടോപ്പായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഉമ്മിന് കൂടുതൽ. ഈ ഭാഗത്ത് ഇപ്പോൾ ഉമ്മിന് നാടാണ്, കുറേ ഭാഗത്ത് നാടാണ്. അവിടെ വെത ഒരു ഭാഗം, ഇവിടെ 2 ഭാഗത്ത് വെതയിന്. ഇതിപ്പോ കോൾപ്പാടങ്ങളുടെ ഭാഗമാണ്. ഇവിടെ ദേശാടന പക്ഷികളും ധാരാളമായിട്ട് വരുന്നത്. പക്ഷികൾ ധാരാളമായിട്ട് വരുന്നതാണ്. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. പക്ഷികൾ ധാരാളമായി വരും. അത് ഫോട്ടോഗ്രാഫർമാരും വരാറുണ്ട്. ഇപ്രാവശ്യം ഇത്തിരി കുറവാണ് വന്നിട്ടുള്ളത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നേരത്തെ പറ്റി. അല്ല, ഡിസംബർ മാസം ആകുമ്പോഴാണ് വെള്ളം പറ്റുമ്പോഴാണ് കൂടുതൽ വരാറ്. വിളവെടുപ്പ് മാർച്ചിലാവും. ഇപ്പോൾ ആയി ഒരുപാട് അപ്പുറത്തതിൻ്റെ ആയിണ്ട്. മഴക്കാലത്തിന് ശേഷം വറ്റുന്ന പാടങ്ങളിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗമാണ്. കാർഷിക മേഖലയ്ക്കപ്പുറം ജൈവവൈവിധ്യത്തിൻ്റെ കലവറയാണ് കോൾപ്പാടങ്ങൾ. ദേശാടന പക്ഷികൾ ധാരാളമായി എത്തുന്ന മേഖലയാണ്. നീലക്കോഴി, പാതിരാക്കൊക്ക്, ചെറുമുണ്ടി, വാലൻ എരണ്ട, നീർക്കാക്ക, ചിന്നമുണ്ടി തുടങ്ങിയവ ധാരാളമായി ഇവിടെ എത്തുന്നു. ടൂറിസം രംഗത്തും ഏറെ സാധ്യതകളുണ്ട് ഈ കോൾപ്പാടങ്ങളിൽ. അടുത്ത കാലത്തായി അതിനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം മതി കോൾപ്പാടങ്ങളിലേക്ക് എത്താൻ. തൃശ്ശൂരിൻ്റെ ഭക്ഷ്യ ജലസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് കോൾപ്പാടങ്ങൾ. കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളിൽ നടക്കുന്നത്. ക്യാമറമാൻ വിഷയത്തിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.